ഏതെങ്കിലും പരാജയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഒരു പരാജയമാണ്, ഞാൻ തോറ്റവനാണ്, എന്നെ കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നോർത്ത് ആരെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെയും പാപത്തെയും ശാപത്തെയും ഈവൻ മരണത്തെയും ജയിച്ച ജയാളിയായവനാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ജയിക്കാൻ പോകുന്നവനല്ല, മറിച്ച് അവൻ ക്രിസ്തുവിൽ ജയാളിയായി മാറിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ കാണുന്ന ഓരോ ദൈവിക കാര്യങ്ങളും താൻ ആത്മാവിൽ എഴുതുമ്പോൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ റെവല്യൂഷൻ ചാപ്റ്റർ 15 അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ആത്മീയമായ ഒരടയാളം ദൈവം വെളിപ്പെടുത്തിയത്, സ്വർഗത്തിൽ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളെ ആത്മാവിൽ യോഹന്നാൻ എഴുതുമ്പോൾ ഈ 15-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ജയാളിയായി മാറിയ ഒരു വ്യക്തി ജയത്തിൻ്റെ പാട്ട് പാടുകയാണ്. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുക. അവർ പറയുന്ന വാക്കുകളുടെ പ്രത്യേകത ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നാം സേവിക്കുന്ന ദൈവം, 1, ദൈവത്തിൻ്റെ പ്രവൃത്തി അത് വലുതും അത്ഭുതകരവുമാണ്. 2, നമ്മുടെ ദൈവം സർവ്വശക്തിയുള്ള ദൈവമാണ്. 3, അവൻ സർവ്വജാതികൾക്കും രാജാവാണ്, ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല. ഹി ഈസ് ദ കിങ് ഫോർ ഓൾ നേഷൻസ്. ആൻഡ് ദ 4th one, 3-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വഴി അത് നീതിയും സത്യവുമുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് പലരും പലതിലും ആശ്രയിക്കുമ്പോൾ, പല ശക്തികളിലും പല വ്യക്തികളിലും ആശ്രയിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ ജയിക്കാൻ പോകുന്നവനല്ല, മറിച്ച് അവൻ സകലത്തെയും ജയിച്ചവനാണ്. ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും പരാജയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ഒരു പരാജയമാണ്, ഞാൻ തോറ്റവനാണ്, എന്നെ കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നോർത്ത് ആരെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, ഇൻ ക്രൈസ്റ്റ് യു ഹാവ് ആൻ വിക്ടോറിയസ് ലൈഫ്. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു ജയകരമായ ജീവിതമുണ്ട്. ഏത് പരാജയത്തെയും ജയമാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ഒരു ധൈര്യത്തെ ദൈവം കൈമാറുകയാണ്. നിങ്ങൾ ഒരിക്കലും തളർന്നു പോകേണ്ട വ്യക്തിയല്ല, നിങ്ങൾ ഒരിക്കലും പിന്മാറി പോകേണ്ടവനല്ല, മാറി നിൽക്കേണ്ടവരല്ല, മറിച്ച് കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ജയത്തെ കൈമാറിയെങ്കിൽ ഈ റെവല്യൂഷൻ ചാപ്റ്റർ 15 പറയുന്നത് പോലെ ഒരു ജയത്തിൻ്റെ പാട്ട് നമ്മുടെ ജീവിതത്തിലും സ്വർഗം കൈമാറാനായിട്ട് ആഗ്രഹിക്കുക. വിശ്വസിക്കുക, യു ആർ എ വിക്ടോറിയസ് പേഴ്സൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ കർത്താവ് നമ്മെ ജയമാക്കി മാറ്റിയിരിക്കുക. ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി ജീവിപ്പാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാൽ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ സന്ദേശം ഒരു വലിയ അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ജയമായി മാറട്ടെ. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. God bless you all. Have a blessed day. Amen.